അമ്മേ ആ എന്താ ഇത്? ഇത് ആട്ടുകാല് സൂപ്പാ. ആട്ടുകാല് സൂപ്പോ? ആ നീ ഉണ്ടാക്കിയ? അതെ, ആ ഡോക്ടർ പറഞ്ഞല്ലേ ആ അമ്മയുടെ കാല് മുട്ടി വേദന ഉണ്ടെന്ന്. ആ അപ്പൊ ആട്ടിന്റെ കാല് സൂപ്പ് കുടിച്ചാലേ ആ മുട്ടി വേദന ഒക്കെ മാറുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ആട്ടുകാല് മേടിച്ചിട്ട് വന്നിട്ട് സൂപ്പ് ഉണ്ടാക്കി അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുക. അത് കുറച്ച് കുറച്ച് കുടിച്ചോളൂ, ചൂടുണ്ട് കേട്ടോ. ഉം. കുറച്ച് കുറച്ച് കുടിക്കുമ്പോൾ ദിവസം കുടിച്ചാലും എല്ലാം ഒക്കെ മാറും. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നീ നല്ലതല്ലേ? കുറച്ച് കുടിച്ചാ? ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു, എടുത്തു വെച്ചിരിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ ചെരുപ്പിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുടി. ഓക്കെ, ചെരുപ്പിട്ടിട്ട് നടക്കാണ് പറഞ്ഞില്ല. പറയാം എത്ര മണ്ണുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാ ചെരുപ്പിട്ട് നടക്കുക? അതെ അല്ലേ, ഈ കാറ്റടിച്ച് പറഞ്ഞല്ലേ, അതുകൊണ്ട് പൊടിയും ഉള്ളിലേക്ക് പറഞ്ഞു. ആ അപ്പോൾ അതുകൊണ്ട് അമ്മ കാലിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ നോക്ക് എത്ര പൊടിയുണ്ട് നോക്ക്. ആ സാരല്ലേ, ആയിക്കട്ടെ. ആ ചെരുപ്പ് മേടിച്ച് അവിടെ വെച്ചിരിക്കണേ. ശരി ശരി ഇടാ. അതിട്ടോ ഒക്കെ മാറും. ആ കുറച്ച് കുറച്ച് കുടിച്ചോളൂ ഒന്നുകൂടെ. ആറട്ടെ. അമ്മേ ആ പറ. അതെ അമ്മേ, നീയേ ഈ പൂച്ചകളുണ്ടല്ലോ നമ്മുടെ കാലിങ്ങനെ ചുറ്റിയിട്ട് നമ്മളുടെ പോണുന്നിടത്തൊക്കെ ഇങ്ങനെ വരണേ. അതെ അതേമാതിരി വരുമ്പോൾ തന്നെ നീ അതുമാതിരിയാണ് വരുന്നത്. അത് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. പൂച്ച അമ്മയുടെ കാല് ചുറ്റണത് എന്തിനറിയാ? അത് വിശപ്പുണ്ടാ. ആ നിനക്കും വിശപ്പാ? അതുകൊണ്ടാ ഞാനും ചുറ്റും. ആ ശരി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, മനസ്സിലായോ? നീ എന്തിനാ ആട്ടുകാല് സൂപ്പ് എല്ലാം കൊടുത്തതെന്ന് ഇപ്പോഴേക്കും മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അടുത്ത് ഒട്ടില്ലേ? എൻ്റെ അടുത്തില്ല, പൈസ ഇല്ല. നീ ആട്ടുകാല് സൂപ്പ് കൊടുത്തത് കാല് ഒഴിഞ്ഞു തരുന്നതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായടാ മോനെ. അമ്മായി നിന്റെ കാളായി. അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നിൻ്റെ അച്ഛൻ, ആ പാവപ്പെട്ട മനുഷ്യൻ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ പഠിപ്പിച്ചിരിക്കണ അറിയോ, ഡിഗ്രി വരെ. ഇപ്പം നിനക്ക് അതിനനുസരിച്ചിട്ട് ഒരു ജോലി അന്വേഷിച്ചൂടെ? ആ പാവം ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. നിനക്ക് വേണ്ടി ഒരു ജോലിക്ക് കയറിയിട്ട് പൈസ സമ്പാദിച്ചിട്ട് ഒരു കുടുംബം നടത്തണമെന്ന് നിനക്ക് വിചാരമില്ലല്ലോ. 24 മണിക്കൂറും ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റുക, ഒരു മൊബൈലും കയ്യിൽ വെച്ചിട്ട്, അതല്ലേ പണി? അപ്പം നമ്മുടെ അടുത്തില്ലേ? എൻ്റെ അടുത്ത് 10 പൈസ ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് വേണ്ടതിനൊക്കെ ഞങ്ങൾ കാശ് തരുന്നുണ്ട്, വാങ്ങി തരുന്നുണ്ട്. ഇനി പിന്നെ എന്തിനാ നിനക്ക് തനിയൊരു പൈസ?